ഗുഡൻ ടാഗ് ലോയിട്ട്. ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ B2 ജർമ്മൻ സ്പ്രഷൻ എക്സാമിൽ തേമ പ്രസൻറ്റേഷനാണ്. നമുക്ക് ആസ് എവറിബഡി നോസ് നമുക്ക് അറിയാം എന്താണ് സ്പ്രഷൻ എക്സാമിൽ 2 പാർട്സാണുള്ളത്. ഒന്ന് തേമ, രണ്ടാമത്തത് ഡിസ്കസിയോൺ. തേമയ്ക്ക് 40 മാർക്സും ഡിസ്കസിയോൺ 60 ആണ്. മെജോറിറ്റി ഓഫ് ദ പോർഷൻ ഗോസ് ടു ഡിസ്കസിയോൺ. പക്ഷേ നമ്മൾ തേമ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും തേമയ്ക്ക്. അപ്പോൾ തേമ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മൾ തേമ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയും. ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഈ തേമയാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ തേമയ്ക്ക് ഞാനൊരു ഐൻലൈറ്റിംഗ് പറയും. എനിക്കതിന് 3 മോഗ്ലിഷ്കൈറ്റുകളുണ്ട്. എൻ്റെ മോഗ്ലിഷ്കൈറ്റുകളിൽ ഒരെണ്ണം ഞാൻ ഗനൗർ പറയും. പിന്നെ അവസാനം എൻ്റെ മൈനുങ് പറയും. ഇതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഐൻലൈറ്റിങ്ങിലേക്ക് കടക്കുന്നത്. ആ ഒരു പ്രവണത, ആ ഒരു വേ ഓഫ് വേ ഓഫ് പ്രസൻറ്റേഷൻ യു ഷുഡ് സ്റ്റോപ്പ്, അല്ലേ? അത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് ഒത്തിരി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് നിർത്തി ആദ്യം തന്നെ നമ്മൾ തേമയിലേക്ക്, ഹൗപ്റ്റൈലിലേക്ക് കടക്കുക. ഹൗപ്റ്റൈലിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? ആദ്യം ആ തേമയുടെ ഒരു ഐൻലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതിന് മുന്നേ നമുക്കൊരു സെൻറ്റൻസ് ആഡ് ഓൺ ചെയ്യാം. Guten Tag, heute habe ich für meinen Vortrag das Thema so und so Thema, for example, Stress vermeiden bekommen എന്ന് പറഞ്ഞിട്ട് heutzutage sind viele Menschen sind sehr stressig während der Arbeitszeit, so und so कुछ भी എന്തെങ്കിലും നിങ്ങൾ പറയുക. നിങ്ങൾ ആ ഒരു ഐൻലൈറ്റിംഗ് പറയുക. ഐൻലൈറ്റിംഗ് എന്താണ്? ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഫെർമൈഡൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ആ ഐൻലൈറ്റിങ്ങിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ പറയുകയാണ് es gibt Abwechslungsreiche Möglichkeiten, അല്ലേ? നമുക്ക് ഒരുപാട് മോഗ്ലിഷ്കൈറ്റുകളുണ്ട് unsere Stress effective zu bewältigen. എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മോഗ്ലിഷ്കൈറ്റുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ആ ഒരു മെയിൻ കണ്ടൻറ്റിലേക്ക് കിടക്കുകയാണ്. എന്താണ്? Man kann entweder eine gute Schlafen haben oder Sport treiben. Darüber hinaus ist es auch möglich, Entspannungstechniken in Anspruch nehmen, അങ്ങനെ പറയാം. എന്നിട്ട് നമുക്ക് അവിടെ ഗനൗർ പറയണം. ഗനൗർ അവിടെ പറഞ്ഞില്ലെങ്കിൽ മിക്ക എക്സാമിനേഴ്സിനും ഇൻ ബിറ്റ്വീൻ ഉണ്ടല്ലോ, അവരങ്ങ് ഇൻ്ററപ്റ്റ് ചെയ്യും. മതി എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവസാനം കൊണ്ടുവന്ന് ഗനൗർ പറയുകയാണെങ്കിൽ ആ ഗനൗർ അവർ കേൾക്കില്ല. അപ്പോൾ നമ്മൾ മോഗ്ലിഷ്കൈറ്റുകൾ ലിസ്റ്റ് ഡൗൺ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഗ്ലിഷ്കൈറ്റ് നമ്മൾ പറയുക. അതിൻ്റെ 4 നാക്ടേലുകൾ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ഗുട്ടെ ഷ്ലാഫനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗുട്ടെ ഷ്ലാഫൻ്റെ 4 നാക്ടേലുകൾ എന്തൊക്കെയാണ്? 4 നാക്ടേലുകൾ പറയുമ്പോൾ ഗുട്ടെ ഷ്ലാഫൻ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ബ്രെയിൻ ഗഹിൻ എർനോയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു ഫ്രഷൻ അപ്പ് ഫീൽ കിട്ടാനായിട്ട് നമുക്ക് സഹായകമാകും. അതോടൊപ്പം നമുക്ക് പ്രൊഡക്ടിവിറ്റേറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയും. നമ്മളൊരു ഫ്രഷായിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു നാപ്പ് കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ നല്ലൊരു ഉറക്കത്തിന് ശേഷം നമുക്കെപ്പോഴും നല്ലൊരു ഉണർവ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു ഉറക്കം എപ്പോഴും സ്ട്രെസ് ഫെർമൈഡൻ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. നല്ല ഉറക്കം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഗസൂൻഹൈറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഫോർട്ടൈലുകളെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് നാക്ടൈലുകളിലേക്ക് കിടക്കാം. അപ്പോൾ നാക്ടൈൽ എന്ന് പറയുമ്പോൾ ഉറക്കം നല്ലതാണെങ്കിലും അപ്പോൾ നമുക്കവിടെ ഒരു കണക്ടോറൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. Schwal bietet diese Möglichkeit viele Vorteile, aber müssen wir auch die Herausforderungen berücksichtigen, അല്ലേ? നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള ചാലഞ്ചുകൾ കൺസിഡർ ചെയ്തേ പറ്റൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ നാക്ടൈലുകളിനകത്ത് നമ്മൾ പറയേണ്ടത്? അതിന് ഫൗൾ ഹൈറ്റ് ഒരു മെയിൻ നാക്ടൈലാണ്. ഒരുപാട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണവും നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റേറ്റ് ഇല്ലാത്ത നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെയൊക്കെ അത് ഒരുപാട് ബാധിക്കാം. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് പറയാം. പിന്നെ ഒത്തിരി ഉറങ്ങുന്നവർക്ക് ഡിപ്രഷനൊക്കെ വരും. ആക്ടിവിറ്റി കുറവല്ലേ ഒരുപാട് ഉറങ്ങുന്നവർക്ക്. അപ്പോൾ ഒരുപാട് ഉറങ്ങിയാൽ അപ്പോൾ ഈ ഒരു 1-2 മൈനസ് പോയിൻറ്റ്സ് നമ്മളവിടെ പറഞ്ഞാൽ മതിയാവും. കാരണം നമ്മൾ ഗനൗർ പറയുന്നതാണല്ലോ. അപ്പോൾ അതിനെ ഒരുപാട് നെഗറ്റീവാക്കി കാണിക്കണ്ട. രണ്ടാമത് പറയുന്നത് നമ്മുടെ മോഗ്ലിഷ്കൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ട്രൈബൻ. സ്പോട്ട് ട്രൈബൻ ഒരു നമ്മുടെ sehr hilfreich für unsere Gesundheit, അല്ലേ? sehr wichtig für unsere körperliche Gesundheit zu verbessern. നമ്മുടെ ബോഡി
സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അല്ലേ. നല്ല ബോഡി ആണെങ്കിൽ എന്താണ്, നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവും നമുക്ക്, നല്ലൊരു എന്താണ് അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ക്രാങ്ക് ഹൈറ്റുകളൊക്കെ എന്താണ് ഫെർമൈഡൻ ചെയ്യാൻ പറ്റും. ഗസുണ്ടസ് ലേബൻ ഫ്യൂറൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൂടാതെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്, സ്ട്രെസ്സ് ഫെർമൈഡൻ ചെയ്യാനായിട്ട് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നൊരു സംബന്ധിച്ച് എൻഡോർഫിൻ നമ്മൾ ഡെയിലി എന്താണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ എമിസിയോൺ ഉണ്ടാകും. ഒരു ഇത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എൻഡോർഫിൻ എന്താണ്, നമ്മുടെ സ്റ്റിമ്മും നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീൽ, നമ്മുടെ ഒരു മൂഡ് എലിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രെസ്സ് റെഡ്യൂസ് ആവും. അപ്പോൾ അതാണ് മെയിൻ അതിൻ്റെ ഒരു ഫോർട്ടൈലിനകത്ത് വരുന്നത്. അപ്പം നാക്ടൈൽ പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ട്രെയിനർ ഇല്ലാതെ നമ്മളൊരിക്കലും സ്പോർട്ടുകൾ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം എന്താണ്, അത് നമുക്ക് ഇഞ്ചുറിയൊക്കെ ആവാനുള്ളൊരു കാരണമാകും. അപ്പോൾ അത് ഒരു വലിയ നാക്ടൈലാണ്. നമ്മൾ വീട്ടിലൊക്കെ TV അല്ലെങ്കിൽ മൊബൈലുകൾ നെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യും നമ്മൾ. പക്ഷേ നല്ലൊരു ട്രെയിനറുടെ അടുത്ത് പോയി ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായും അതോടൊപ്പം തന്നെ സേഫായിട്ടും ചെയ്യാൻ കഴിയത്തുള്ളൂ. അതൊരു നെഗറ്റീവാണ്. പിന്നെ എല്ലാവർക്കും അത് പോസിബിളും അല്ല. അപ്പോൾ ഈ പ്ലസ് മൈനസുകളൊക്കെ നമുക്ക് എന്താണ് വോവൽസോ യൂസ് ചെയ്യാം. മൈനസിനകത്താണെങ്കിൽ ഒരു പ്ലസ് ഒരു മൈനസ് ചേർത്ത് ഐനസൈറ്റ് ആൻഡ്രസൈറ്റ് ചേർത്ത് പറയാം. കണക്ടോറൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ വളരെ ഫലപ്രദമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മ്യോഗ്ലിഷ്കൈറ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ എന്താണ്, എൻഷ്പാനും ടെക്നിക്ക് നമ്മൾ പറയുമ്പോൾ ഒന്ന് യോഗയാണ്, രണ്ടാമത്തത് മ്യൂസിക് ഹോർണാണ്. യോഗയും മ്യൂസിക് ഹോർണും രണ്ടും തന്നെ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ റൂഹിഷ്കൈറ്റിന് മെൻ്റൽ പീസിന് ഒത്തിരി നല്ലതാണ്, ബോഡിക്ക് നല്ലതാണ്. ക്യോർപ്പറലിഷ് ആൻഡ് ഗൈസ്റ്റിഗെ റൂഹിഷ്കൈറ്റ് ഫെർബസൻ അല്ലേ. എയർ ഹോളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ യോഗ ആൻഡ് മ്യൂസിക് ഹ്യോർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡെയിലി യൂബൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസ്കുലനും നമ്മുടെ ഗലങ്ങിനൊക്കെ എന്താണ് സ്റ്റേർക്കനായിട്ട് നമ്മുടെ ക്യോർപ്പർ ഫിറ്റർ ക്യോർപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താണ് യോഗയുടെ പ്ലസ് പോയിൻറ്റുകളാണ്. അപ്പോൾ മ്യൂസിക് ഹോർണാണെങ്കിലോ മൊത്തത്തിലുള്ള ഒരു മൂഡ് സ്റ്റിമ്മും ഫെറൈൻഡൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. മൂഡ് ചേഞ്ചറാണ് മ്യൂസിക്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ എൻഷ്പാനും ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നമുക്ക് എന്താണ് വിഷ്വലി നമുക്ക് കാണാൻ കഴിയുന്നൊരു ചേഞ്ച് സിക്സ്ത് ബാർ ഫെറൈൻഡറും നമുക്ക് ബ്രിങ് ചെയ്യാനായിട്ട് എന്താണ് ലാംഗ്റസൈറ്റ് ഡോയിൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഒരു നാക്ടൈൽ എന്ന് പറഞ്ഞാൽ. യോഗയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ ആ ഒരു വ്യത്യാസം കാണണമെന്നില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു നാക്ടൈൽ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷ്ലുസ്സാണ്. നമുക്ക് ഷ്ലുസ് രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട്. ഒരു രീതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഗനാവറായിട്ട് പറഞ്ഞ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, മ്യോഗ്ലിഷ്കൈറ്റ് ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടി എടുത്ത് ഇതൊന്ന് ബൂസ്റ്റ് ചെയ്ത് മൊത്തത്തിലൊരു ഓൾ അറൗണ്ട് ഒരു മൈനൂങ് അങ്ങ് പറയും ചില ആൾക്കാർ. അല്ലെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എന്താണ് abschließend lässt sich sagen, dass dieses Thema viele Facetten hat und sowohl Chancen als auch Herausforderungen mit sich bringt, weshalb eine bewusste und ausgewogene Herangehensweise besonders wichtig ist. അപ്പോൾ അങ്ങനെ നമുക്ക് മൈനുങ് പറയാം. ഇൻ ജനറലി ഏതൊരു തേമയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ മൈനുങ് പറയാം. അവസാനം ഹിയർ kommt meine Vortrag zum Ende. Ich hoffe, dass ich Ihnen ein paar gute Einblicke geben konnte. എന്നിട്ട് vielen Dank für Ihre Aufmerksamkeit. Ich stehe zur Verfügung, wenn Sie noch Fragen haben. നിങ്ങൾക്ക് ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ I'll be available എന്ന് പറഞ്ഞിട്ട് നമുക്ക് vielen Dank പറഞ്ഞ് നിർത്താം. അതിനുശേഷമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മുടെ പാർട്ട്ണർ അടുത്തുനിന്നും നമ്മുടെ എക്സാമിൻ്റെ അടുത്തുനിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്ത് ഗ്രാമാറ്റിക്സൊക്കെ യൂസ് ചെയ്ത് മിസ്റ്റേക്സുകൾ വരുത്താതെ പറയുമ്പോഴാണ് നമ്മുടെ തേമ ഫിനിഷ് ആവുന്നത്, സക്സസ്ഫുള്ളി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് തേമയുടെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, vielen Dank. Tschüss, auf Wiedersehen.